നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കുടുംബം രക്ഷപ്പെടും. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു 3 മാസക്കാലമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. അതായത് 6 നക്ഷത്രജാതകരുടെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം. അത് വളരെയേറെ ഉയർച്ചയുടെ സമയം തന്നെയാണ്. ഒരുപക്ഷെ ഇതുപോലെ ഒരു അവസരം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കിട്ടില്ല. ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ദിനങ്ങൾ. എന്ത് കാര്യത്തിലും ഭാഗ്യമാകും, എവിടെ തൊട്ടാലും ഭാഗ്യമാകും. ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട് എന്ന് കരുതി നമ്മൾ ചുമ്മാതിരുന്നാൽ നമുക്ക് ഭാഗ്യം ഉണ്ടാകില്ല. അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ടിറങ്ങിയാൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. വലിയ വലിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് ഈ 6 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച്, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച്, ഇവർക്കിങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരാൻ കാരണം എന്താണ്? ജ്യോതിഷത്തിൽ സ്പഷ്ടമായി പറയുന്നുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് എന്ന്. ചില ഫലങ്ങൾ അങ്ങനെയാണ്. ചില ഗ്രഹസ്ഥിതികൾ 11ാം ഭാവത്തിൽ ചില ഗ്രഹങ്ങൾ വന്നാൽ നമുക്ക് ഭാഗ്യം കൊണ്ടേ പോകൂ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ തീർന്നു കിട്ടും. ഉറപ്പായും ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം. അവരെയാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. അതിന് കാരണമാകുന്ന ഗ്രഹസ്ഥിതികളെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്. ജ്യോതിഷത്തിൽ ചില കാര്യങ്ങൾ അച്ചട്ടാണ്. പ്രത്യേകിച്ച് ഈ നക്ഷത്രജാതകർക്ക് 11ാം ഭാവത്തിൽ ചില ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അമൂല്യമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ആ നക്ഷത്രജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രഭാതങ്ങളിലും ഗണപതി ഹോമമുണ്ട്. ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. വെള്ളി ചൊവ്വ ദിനങ്ങളിലെ വിശേഷാൽ ഗുരുതി പൂജയ്ക്ക് പുറമേ എല്ലാ ദിവസവും ഗണപതി ഹോമം. ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അപ്പം ചോദിക്കും നിങ്ങൾ, എപ്പോഴാ തിരുമേനി ഇതിൻ്റെയൊക്കെ ഫലം എനിക്ക് ലഭ്യമാകുക എന്ന്. ഗണപതി ഹോമത്തിൻ്റെ ഫലം നിങ്ങൾക്ക് 7 മുതൽ 14 ദിവസത്തിനകം കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: 1 രൂപ പോലും ദക്ഷിണ ഇടേണ്ട. ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. രക്ഷപ്പെടാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ 6 നക്ഷത്രജാതകർ. അതിലാദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അശ്വതിയാണ്. 2ാമത്തെ നക്ഷത്രം ഭരണിയാണ്. 3ാമത്തെ നക്ഷത്രം കാർത്തികയാണ്. ഈ നക്ഷത്രജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സകല ദോഷങ്ങളും മാറിക്കിട്ടും. ഒരു ജലധാര കൂടി നടത്തുക. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. അവിടെ പാലഭിഷേകം, പഞ്ചാമൃതം ഇത് നടത്തി പ്രാർത്ഥന നടത്തുക. അപ്പം ചോദിക്കും, ഞാനിതൊത്തിരി കേട്ടതാണ്, ഒരുപാട് കാലങ്ങളായി അറിയുന്ന കാര്യം തന്നെയാണ്. എന്ത് മാറ്റമാണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന്? എങ്ങനെയുള്ള മാറ്റങ്ങളാണ് എനിക്ക് സംഭവിക്കുന്നത്? ഇന്നലെ വരെ ഇല്ലാത്ത മാറ്റങ്ങൾ ഇന്നിനി വരുമോ തിരുമേനി? പലരും പലവട്ടം ചോദിച്ചതാണ്. നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല. കഠിനാധ്വാനം ചെയ്യണം. നന്നായി കഠിനാധ്വാനം ചെയ്യണം. ഒരു കാര്യത്തിന് ശ്രമിച്ച് തന്നെ മുന്നോട്ട് പോകുക.
ഈ നക്ഷത്ര ജാതകർ അങ്ങനെ ശ്രമിച്ചു മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ നേട്ടങ്ങളുടെ, ഉയർച്ചയുടെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നേട്ടമാണ്, ഭാഗ്യമാണ്. ഇത്രയ്ക്കും ഭാഗ്യം വന്നു ചേരാൻ ഈ നക്ഷത്ര ജാതകർക്ക് കാരണമുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് ശനി 11ാം ഭാവത്തിലാണ്. 11ാം ഭാവത്തിൽ ശനി വന്നാൽ ഉയർച്ചയാണ്, ധനാഭിവൃദ്ധിയാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ശ്രമം നടത്തിയാൽ മതി, എല്ലാ കാര്യത്തിലും വിജയിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നേട്ടമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നേട്ടമുണ്ടാകും. പല രീതിയിൽ പലവിധ നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും, ഉറപ്പാണ്. അതായത് 11ാം ഭാവത്തിൽ ശനി വന്നാൽ ലാഭമാണ്, ചുമ്മാതിരിക്കരുത്. അതിനായി അല്പം പ്രയത്നിക്കുക, ശ്രമിക്കുക. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് അശ്വതിയും ഭരണിയും കാർത്തികയും. ഇനി മാറ്റമാണ്, ഉയർച്ചയാണ്. അതുപോലെ തന്നെ ശുക്രൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നു, നല്ല ഉയർച്ച ഉണ്ടാകും. ചൊവ്വ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു, പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിച്ചവർക്ക് നടക്കാതിരുന്ന പലർക്കും അത് നടക്കുന്ന സമയമാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിമിഷ നേരം കൊണ്ട് നേടിയെടുക്കും, ഉറപ്പാണ്. അടുത്തത് മിഥുനൻ രാശിക്കാർ. മിഥുനൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. അതിനും കാരണമുണ്ട്. എന്താണ് കാരണം? വ്യാഴം ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു, ബുധൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. 11ാം ഭാവത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുക? തീർച്ചയായും ഉയർച്ചയാകും, വലിയ ഉയർച്ചയാകും. മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ നാളാണ്. അതിൽ മകീര നക്ഷത്ര ജാതകരുടെ കാര്യം പറയുകയാണ് എങ്കിൽ വിദേശ യോഗമുണ്ട്. വിദേശ രാജ്യത്ത് പോകുവാനും അവിടെ നല്ല നിലയിലെത്തുവാനുമുള്ള യോഗമുണ്ട്. കടങ്ങളൊക്കെ തീരുവാനുള്ള യോഗമുണ്ട്. എല്ലാ രീതിയിലും ഡെവലപ്പാകുവാനുള്ള യോഗമുണ്ട്. വസ്തുവകകൾ വാങ്ങാൻ, വീട് വാങ്ങാൻ, വേണ്ട എല്ലാ കാര്യത്തിലും ഒന്ന് പ്രയത്നിച്ചാൽ മതി, ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി. ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. അടുത്തത് തിരുവാതിര. മിഥുനൻ രാശിയിലെ തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. കഷ്ടതകൾ ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരിൽ നിഴലിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. കഷ്ടപ്പെട്ടതൊക്കെ ഇനി ഉയർച്ചയിലാവും വന്നെത്തുക. അതുപോലെ പുണർതം, ഭാഗ്യമാണ് പുണർതത്തിന്, നേട്ടമാണ് പുണർതത്തിന്. അപ്പോൾ ഈ 3 നക്ഷത്ര ജാതകരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന നടത്തുക, ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇവരിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർതത്തിനും ഭാഗ്യമാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ, ബുധൻ ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം. സത്സന്താന ഭാഗ്യം, കുട്ടികളൊക്കെ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്ന സമയം. മാതാവിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന സമയം. വിദേശത്തെ രാജ്യത്തു നിന്നൊക്കെ പണം ഒഴുകി വരും. വിദേശത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പണമൊക്കെ അയക്കും. ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം, കഷ്ടതകൾ അവസാനിക്കുന്ന സമയം, ബുദ്ധിമുട്ടുകൾ മാറുന്ന സമയം. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം, ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കൂവളമാലയും മഹാമൃത്യുഞ്ജഹോമവും ജലധാരയും നടത്തുക, പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് നടക്കാത്തതായി ഒന്നുമില്ല ജീവിതത്തിൽ. എല്ലാം നടന്നു കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് പ്രശ്നം വെച്ചു തന്നെ നോക്കി നിങ്ങൾക്കുള്ള റിസൾട്ട് പറയും. നിങ്ങളുടെ സമയം തെളിയും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇനി വലിയ കാലതാമസമൊന്നുമില്ല. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ചുരുക്കം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ജനിച്ച സ്ഥലവും ഒന്ന് എഴുതി വിടുക. ജാതകം ഞങ്ങൾ നോക്കും.
പൂർണ്ണമായും ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ചെയ്യേണ്ട ദശാസമയത്തിനനുസരിച്ച് ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ച്. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു വഴികാട്ടിയാകും. മാറും, സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടും. ശ്രമിച്ചാൽ മാത്രം മതി. ശ്രമം നിങ്ങൾക്കുണ്ട്, പരാജയം മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കുന്നുള്ളൂ, അല്ലേ? ഗ്രഹസ്ഥിതിക്കനുസരിച്ചുള്ള വഴിപാടുകൾ കൂടി നടത്തി മുന്നോട്ട് പോകൂ. കുതിക്കുക തന്നെ ചെയ്യും. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതമാണ്. രക്ഷപ്പെടണം. മനസ്സ് വയ്ക്കേണ്ടത് നിങ്ങളാണ്. അതിനു കഴിയും. ഈശ്വരാനുഗ്രഹമുള്ളവരാണ് ഈ 6 നക്ഷത്ര ജാതകരും. രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പ്.